ഞാൻ സംവാദങ്ങളുടെ ഒരു ഗതകാല ചരിത്രം അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഒന്ന് രണ്ട് വാക്കുകൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുമായിട്ട് നേരിട്ട് ഒരു സംവാദം മുമ്പ് ചില ഉലമാക്കളുമായി ചേർന്ന് കൊടിയത്തൂരിൽ വെച്ച് നടന്നിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരാളെ ജീവിച്ചിരിക്കുന്ന വീഡിയോ കാസറ്റുകൾ ലഭ്യമാണ്. അന്നും നുബുവത്തിനെ കുറിച്ച് തന്നെയായിരുന്നു ചർച്ച. മർഹൂം മുഹമ്മദ് അലി സാഹിബും മണ്ണാർക്കാട് താമസിക്കുന്ന സൈദാലി മാസ്റ്ററുമായിരുന്നു ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ അന്ന് എന്നോട് സംവാദത്തിന് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് തുടങ്ങിയതിന്റെ ചർച്ചയോ അതിന്റെ ഒരു ബാക്കിയോ ഒന്നും ഞാൻ ഇപ്പോൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിവിടെ വന്നത് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറഞ്ഞപ്പോൾ അവരുമായിട്ട് അവരുടെ ആശയങ്ങളും നമ്മുടെ ആശയങ്ങളും കൈമാറാം എന്നായിരുന്നു. അവിടെ CP മൊയ്തീൻകുട്ടി സാഹിബോ അതല്ലെങ്കിൽ തങ്ങൾ സാഹിബോ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് തുടർ ചർച്ചയാണ് എന്ന് എനിക്കറിയാമായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ചർച്ച മുഴുവൻ കേട്ട് അവരെന്താണ് പറഞ്ഞത് എന്നൊക്കെ നോക്കിയിട്ട് വേണം മുമ്പോട്ട് നീങ്ങാൻ. ഞാൻ ഫ്രഷായിട്ടൊരു ചർച്ചയാണ് ഉദ്ദേശിച്ചത്. കാരണം നേരത്തെ ചർച്ച നടന്നതിന്റെ രൂപമോ ഭാവമോ അതിന്റെ യാതൊരു വിധത്തിലുള്ള നിലയിലും അല്ലാത്ത മറ്റൊരു രൂപത്തിലും ഭാവത്തിലും നടക്കുന്ന ചർച്ചയിൽ മറ്റൊരു സംഗതി എന്ന നിലയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. അങ്ങനെ അല്ല എങ്കിൽ അതിന്റെ തുടർ ചർച്ചയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന് ഞാൻ ഒരുക്കമാണ്. പക്ഷേ അതിന്റെ സമയവും സന്ദർഭവും മറ്റു കാര്യങ്ങളും അത് എന്താണ് ചർച്ച നടന്നത് എന്ന് കേൾക്കുവാനുള്ള ഒരു സമയം കൂടി എനിക്ക് ആവശ്യമാണ്. അല്ലാതെ ഞാൻ ആ ചർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്നത് നിങ്ങളോട് അനീതി കാണിച്ചു പോകുമോ എന്ന് ഞാൻ സന്ദേഹപ്പെടുന്നു. ഞാനിവിടെ പറഞ്ഞ വിഷയം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ നുബുവത്ത് വരാനുള്ള സാധ്യതയെക്കുറിച്ചും വരും എന്ന് അല്ലാഹു വ്യക്തമായി പറഞ്ഞതിനെ കുറിച്ചുമാണ്. അതിൽ എന്റെ യാതൊരു വിധത്തിലുള്ള വാക്കുകളും കൂട്ടാതെ നേർക്ക് നേരെ ഖുർആന്റെ ആയത്തുകൾ ഉദ്ധരിച്ച് അതിന്റെ അർത്ഥം മാത്രമാണ് പറഞ്ഞത്. മറ്റൊരു വ്യാഖ്യാനത്തിന് ഞാൻ പോയിട്ടില്ല. അതിനുശേഷവും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയ ഖുർആൻ വിശദീകരിക്കുന്നതിന് പ്രവാചകന്മാർ വരും എന്നുള്ളത് ഒന്നുകിൽ വരികയില്ല എന്നോ അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞതനുസരിച്ച് വരാം എന്നോ പറഞ്ഞതിന് ശേഷമായിരുന്നു ഇങ്ങനെ ഒരു ചർച്ച തുടങ്ങിയിരുന്നതെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയി. എൻ്റെ സുഹൃത്ത് പ്രഭാഷണം നടത്തി കൊണ്ടിരിക്കെ അതേസമയം ഹജ്ജ് സകല ജനങ്ങൾക്കുമാണ് എന്നെ സുഹൃത്ത് ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ 1986 അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ അക്കാലത്തെ ഖലീഫ ഹദരത്ത് മിർസ താഹിർ അഹമ്മദ് ഇത് സംബന്ധിച്ച് ലോകത്തോട് മുഴുവൻ സംബോധന ചെയ്തുകൊണ്ട് ഇതേ കാര്യം ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഞാൻ ഉണർത്തുകയാണ്. അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. മറ്റൊരു സംഗതി ഇവിടെ പരാമർശിക്കപ്പെട്ടത് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസബീന എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആന്റെ ആയത്ത് മൗലവി അബുൽ ഫസ് സാഹിബ് എഴുതിയിട്ടുള്ള പരിഭാഷയിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് കൂടി ഖുർആനിൽ മറ്റു ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതിനെയാണ്. ഈ ആയത്തിന് അതേ അർത്ഥത്തിൽ എടുക്കാമെന്ന് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ഖലീഫ താൻ എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥം ദ കണ്ടംപററി ഇഷ്യൂസ് എന്ന പേരിൽ ഉള്ള ഇംഗ്ലീഷ് പുസ്തകത്തിൽ ഈ ആയത്ത് തന്നെ പറഞ്ഞുകൊണ്ട് ഖുർആന്റെ ഇന്റലിഗേഷണൽ ടോണിനെ കുറിച്ച് അഥവാ ഖുർആന്റെ ടോളറൻസിനെ കുറിച്ച് ഒരു അധ്യായം തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് ഈ ആയത്തിനനുസരിച്ച്. ഇനി അബുൽ ഫസ് സാഹിബ് എഴുതിയതും അദ്ദേഹം പറഞ്ഞതും ഖലീഫ പറഞ്ഞതും രണ്ടും കൂടെ എടുക്കുമ്പോൾ കാലത്തിന്റെ ഖലീഫ പറഞ്ഞതിനാണ് അഹമ്മദികൾ പ്രാമുഖ്യം നൽകാറുള്ളത് എന്ന കാര്യം കൂടി ഇത്തരുണത്തിൽ ഉറപ്പുന്നു. അതേസമയം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല. ഖുർആനിക ജ്ഞാനം ഏതേത് സമയങ്ങളിൽ അബുൽ ഫസ് സാഹിബിന് മാത്രമല്ല അതിനുശേഷം വരുന്ന ആർക്കും ഖുർആനിക ജ്ഞാനങ്ങൾ ലഭിക്കുമ്പോൾ ആ കാര്യം തുറന്നു പറയുവാനുള്ള സന്ദർഭമുണ്ട്. പിന്നെ സാധാരണ വൈക്കോലിൽ നിന്നും മുളയിൽ നിന്നും ഒരിക്കൽ നിന്നും ചാണകത്തിൽ നിന്ന് പോലും പുതിയ വസ്തുക്കൾ ഗോബർ ഗ്യാസും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഖുർആൻ മാത്രം ഇനി പുതുതൊന്നും ഉണ്ടാകാൻ പറ്റാത്തതാണ് എന്ന വിശ്വാസം ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇല്ല. അപ്പോ അതിനെ മൗലവി അബ്ബാസ് സാഹിബ് പറഞ്ഞിരുന്ന അങ്ങനെ ഒരു കാര്യം തർജ്ജമ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള ഹദരത്ത് മിർസ താഹിർ അഹമ്മദ് സാഹിബിന്റെ ഗ്രന്ഥത്തിൽ കണ്ടംപററി ഇഷ്യൂസ് എന്ന പറയുന്ന ഗ്രന്ഥത്തിൽ അതിന്റെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. ഈ കാര്യം തന്നെ സത്യദൂതകളും പല സമയത്ത് KM സലീം സാഹിബ് അത് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്.
ഇനി രണ്ടും മുഹമ്മദ് മുസ്തഫ അതിന്റെ കൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് അധികപ്പറ്റായി പ്രഭാഷകന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഖുർആനിലെ 15 ആയത്തുകൾ അതിനു വേണ്ടി വെക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ സമയത്ത് ആ 15 ആയത്തുകൾ എടുത്തുദ്ധരിക്കുമ്പോൾ എന്റെ 15 മിനിറ്റ് കഴിഞ്ഞു പോകും. അതിൽ ഒരു ചർച്ച ഏതുവരെ പോകുമോ ഞാൻ അടിയുറച്ച് നിൽക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടാതെ മോക്ഷം ലഭിക്കുകയില്ല എന്ന്. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായത്തെ എനിക്ക് വളരെ വിനീതമായിട്ട് ഖണ്ഡിക്കേണ്ടതുണ്ട്. കാരണം ഹിദായത്ത് എന്ന പദം ജീവിച്ചിരിക്കുന്നവരെ അനുസരിക്കുന്നതിന് വേണ്ടിയാണ് മാത്രമാണ് എന്ന് വരുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ അനുസരിക്കേണ്ടതില്ല എന്നാണെങ്കിൽ ഈ ഖുർആന്റെ ആയത്ത് പിന്നെ ഇപ്പോൾ ഹിദായത്ത് അതിലെന്തെങ്കിലും ഉണ്ടോ, അത് ദുർബലപ്പെട്ടു പോയിട്ടുണ്ടോ, ആ ആയത്ത് ഖിയാമത്ത് വരെ നിലകൊള്ളുന്നതാണോ, അതോ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ പൂർവാചാര്യനായിരുന്ന ജനാബ് ചെകന്നൂർ മൗലവി പറയുന്നത് പോലെ ചില ആയത്തുകൾ മൻസൂഖായി പോകുന്നു എന്നുള്ള വാദം ഇവർക്ക് ഉണ്ട് എങ്കിൽ നമ്മുടെ പ്രമാണത്തിന്റെ കാര്യത്തിൽ ഒന്നുകൂടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഖുർആൻ അന്നുള്ള അതേ സൂറത്ത് ഇന്നുണ്ട്, ഇന്നും അതേ പ്രാമാണ്യയോഗ്യമാണ്. ഹിദായത്തിന് അർത്ഥം ജീവിച്ചിരിക്കുന്നവരെ അനുസരിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ എന്ന തന്റെ വാദത്തിന് വേണ്ടി ഈ ആയത്ത് ഇപ്പോൾ പ്രാമാണ്യയോഗ്യമല്ല, ഇന്ന് അനുസരിക്കാനില്ലാത്തതുകൊണ്ട് ഓതി കൂലിക്ക് വേണ്ടി ഓതേണ്ട ആവശ്യമില്ല എന്ന് പറയേണ്ട ഒരു ദുർഗതി ഖുർആൻ വരികയില്ല. ഖുർആനിൽ ദാലിക്കൽ കിതാബ് അത് അൽ കിതാബാണ്, അത് അവസാനം വരെയുള്ള ഗ്രന്ഥമാണ്, അതിൽ യാതൊരു സംശയമില്ല. എന്ത് അർത്ഥങ്ങൾ മുമ്പ് നൽകപ്പെട്ടു വന്നിരുന്നോ അതിന്റെ അർത്ഥങ്ങളിൽ മാറ്റങ്ങൾ വന്നാലും ആ ആയത്തനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ലാത്ത ഒരായത്തും ഖുർആനിൽ ഉണ്ടാവുകയില്ല എന്ന് ഖണ്ഡന ഭയമില്ലേ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മോക്ഷം അത് മറ്റൊരു സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റിനെ കുറിച്ച് ചർച്ച വന്നാൽ, അതായത് നുബുവത്തിന്റെ ഒരു വിഷയം അവിടെ കൺക്ലൂഷൻ ആയതിനു ശേഷം, അതല്ലെങ്കിൽ മിസാൻ സാഹിബിന്റെ പ്രവാചകൻ അദ്ദേഹം അള്ളാഹുവിൽ നിന്ന് വാദം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ ഖുർആൻ ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്, അള്ളാഹുവിൽ നിന്ന് തനിക്ക് വചനങ്ങൾ വരുന്നു എന്ന് പറയുന്ന ആളോട് എങ്ങനെ പെരുമാറണം. ആ മാനദണ്ഡം ഞാൻ മുമ്പ് വെച്ച് കഴിഞ്ഞത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി മറ്റൊരു ചർച്ചയിലേക്ക് പോകാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് വിഷയം ജനങ്ങൾക്ക് മനസ്സിലാക്കാതെ പോകും, രണ്ട് വഴിയിൽ പോകാൻ പാടില്ല എന്ന കാരണത്താൽ ഞാൻ പിന്തിരിയാതെ അതിലേക്ക് തന്നെ ക്ഷണിക്കുകയാണ്. മിസാൻ സാഹിബിന്റെ പ്രവാചകത്വം ആ കാര്യം അദ്ദേഹം സത്യവാനാണോ അസത്യവാനാണോ എന്ന കാര്യം അതിൽ മനസ്സിലാക്കാം. പിന്നെ ഞാൻ നിങ്ങളെ ഇരുത്തിക്കൊണ്ട് വലാലത്തിലാണ് എന്ന് പറയുകയാണെങ്കിൽ അത് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറങ്ങിയ സമയത്ത് പറഞ്ഞ വാക്കിന്റെ തർജ്ജമ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിന് മറ്റൊരു അർത്ഥമുണ്ടെങ്കിൽ അത് പറയുക. അതായത് സൂറത്തുൽ മുഅ്മിനിലെ 35-36 വചനങ്ങളിൽ കദാലിക യുദില്ലുക, ഇങ്ങനെയാണ് അല്ലാഹു ദലാലത്തിലാക്കുന്നത്, എനിക്ക് ഇനി ഒരു പ്രവാചകനും വരികയില്ല എന്ന് പറയുന്ന വാദം ദലാലത്തിന്റെ വിശ്വാസമാണ് എന്ന് ഖുർആൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അക്ഷന്തവ്യമാണ് എങ്കിൽ ഇത് പൂർണ്ണമായും ബഹുമാനത്തോടുകൂടി ബഹുമാന പുരസ്സരവും വിനയ പുരസ്സരവും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആ പറഞ്ഞ വാക്കിന് മറ്റൊരർത്ഥം ഉണ്ടെങ്കിൽ അത് പറയാം. അതല്ലെങ്കിൽ ഈ ആയത്തിന് ഇന്ന് നമ്മൾ നടക്കേണ്ട മറ്റൊരു രൂപമാണ് എങ്കിൽ അത് പറയാം. ഈ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയല്ല, ഇന്ന് നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ഹിദായത്ത് ഇന്നതാണ് എന്ന് എന്നോട് പറയാം. അത് പറയുകയാണെങ്കിൽ ഖുർആനികമാണെങ്കിൽ അത് എടുക്കാൻ തയ്യാറാണ്. അതേസമയത്ത് ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി, ഞങ്ങളത് ഹിദായത്തിലാക്കണമേ, ഞങ്ങളെ വലാലത്തിലാക്കരുത് എന്ന് സൂറ ഫാത്തിഹ പഠിപ്പിക്കുകയും വലാലത്തിലാക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഖുർആൻ ഇനി നിബന്ധനയില്ല എന്ന് പറയുന്നവരാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനു ശേഷം ഞാൻ നിങ്ങളെ ആരെയും വലാലത്തിലാക്കുന്നില്ല, ഖുർആൻ പറഞ്ഞ ഒരു കാര്യം മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് കൂടി ഇത്തരുണത്തിൽ ഞാൻ ഉണർത്തുകയാണ്. മറ്റൊന്ന്, ഇവിടെ സുന്നികളുടെ വിശ്വാസം ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നേയില്ല. ബയ്യന എന്ന ഖുർആനിലുള്ള വാക്ക്, ആ വാക്കിന് നിങ്ങൾ പറഞ്ഞത് ഞാൻ അങ്ങനെ തന്നെ എടുക്കുന്നു. അതിന് കത്തമ എന്ന ഓപ്പോസിറ്റ് വാക്ക്, കത്തമ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ആയത്തിൽ ഞാൻ അതിനെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തു പറയുകയാണെങ്കിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു എന്നുകൂടി മനസ്സിലാക്കിയാണ്. ഞാൻ അല്പം കൂടി അതിനെ എടുത്ത് നിങ്ങളുടെ മനോമുഖരത്തിൽ അത് തങ്ങി നിൽക്കുന്നതിന് വേണ്ടി മാത്രം ഒന്നുകൂടി എടുത്തു പറയുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിലുള്ള ആയത്ത്, നിങ്ങൾക്ക് എന്റെ ആയത്തുകൾ വിശദീകരിക്കുന്ന ദൂതന്മാർ വരുന്നതായാൽ നിങ്ങൾ തഖ്വ കൈക്കൊള്ളുകയും ഇസ്ലാം കൈക്കൊള്ളുകയും ചെയ്യണമെന്ന പാഠമാണ്. അതേപോലെ മീസാഖൻ നബിയീൻ എന്ന് ഖുർആനിൽ വന്ന 2 കരാറുകളെ കുറിച്ച്
കുറിച്ച് ആലിമ്രാനിലും അഹ്സാബിലും വന്ന കരാറാണ്. അതിൽ ആലിമ്രാനിൽ വന്ന കരാറ് സുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅക്കും, നിങ്ങളുടെ കൂടെയുള്ളതിനെ സാക്ഷ്യപ്പെടുത്തുന്ന ദൂതൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായാൽ എന്നാണ്. അപ്പോൾ ദൂതൻ വരുന്നതായാൽ അദ്ദേഹത്തെ വിശ്വസിക്കണം എന്നുള്ള കരാറാണ് പ്രവാചകന്മാരിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. പ്രവാചകന്മാരുടെ അനുയായികളിൽ നിന്നും അതേ കരാർ തന്നെയാണ്. അതുകൂടാതെ വാങ്ങുകയും അങ്ങനെ കരാർ വാങ്ങിയതിന് പ്രകാരമാണ് ഞാൻ വന്നത് എന്ന് വാദിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം അള്ളാഹുവിൽ നിന്ന് വന്ന ആളാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ നിന്ന് തനിക്ക് ഇൽഹാമും വഹികളും ലഭിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ആ വാദം ഖുർആൻ അനുസരിച്ച് സൂറത്തു അൽ-ഹാഖയിലെ അവസാനത്തെ ആയത്തിൽ ലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവിൽ, എന്റെ മേൽ ഏതെങ്കിലും കൗലുകൾ കട്ടുകെട്ടി പറയുകയാണെങ്കിൽ ഞാൻ അവനെ വലങ്കൈ കൊണ്ട് പിടിക്കുകയും ജീവനാടി അറച്ചു കളയുകയും ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ വരും എന്നുള്ള പ്രവചനവും വന്നു എന്ന വാദവും വന്ന് എന്ന് കട്ടുകെട്ടി പറഞ്ഞാൽ അയാൾക്കുള്ള ശിക്ഷയും വിവരിച്ച ഖുർആനിൽ ഈ ശിക്ഷയ്ക്ക് വിധേയനാകാത്ത മിർസാ സാഹിബ് നിലകൊള്ളുമ്പോൾ അദ്ദേഹം കള്ളനാണെന്നോ വ്യാജനാണെന്നോ എന്ന് പഴയ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പറയാതെ ഇതിനെ വ്യക്തമാക്കണമെന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതി കണ്ടതിന് ഖുർആൻ ആയത്ത് അതിനെക്കുറിച്ച് ചർച്ച വരുമ്പോൾ അതിന് ആയത്ത് ആവശ്യമാണെങ്കിൽ പറയാം. ഖുർആനിൽ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ള സൂറത്തുൽ ബഖറയിലെ ആയത്താണെങ്കിലും 384 പറഞ്ഞ ആയത്താണെങ്കിലും രണ്ടും അപ്പടി തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അഹ്മദിയ ജമാഅത്തിന് അതിന് തിരിച്ചുള്ള വിശ്വാസങ്ങളില്ല എന്നുകൂടി ഞാൻ ഉണർത്തുകയാണ്. ഇനി മക്ക ബക്ക, ഞാൻ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മക്ക ബക്ക എന്ന് പറയുന്നത് എന്താണോ ഖുർആൻ പറഞ്ഞത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതിന് പ്രശ്നമില്ല. അത് തർക്കത്തിലോട്ട് എത്താനും പോകുന്നില്ല. തർക്കം ഞങ്ങൾക്കില്ല. നിങ്ങൾ പറയുന്ന ബക്ക എന്നുള്ള പേരാണെങ്കിലും മക്ക എന്നുള്ള പേരാണെങ്കിലും അതിന് നമുക്ക് തർക്കമില്ല. ഇതൊക്കെ ആർക്കെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അഹ്മദിയ മുസ്ലിം ജമാഅത്തിന് അതിൽ തർക്കങ്ങളില്ല എന്ന കാര്യം പറഞ്ഞുകൊള്ളുന്നു. ഇനി ഉമ്മത്തിന് പ്രവാചകനുണ്ട് എന്ന് പറയുമ്പോൾ ഓരോ ഉമ്മത്തിനും പ്രവാചകന്മാർ വന്നു. ഞാൻ പറഞ്ഞ വിഷയം ഇതായിരുന്നു. വൈമിൻ ഉമ്മത്തിന് ഇലാ ഖലാഖിഹാ നദീർ എന്ന് അദ്ദേഹം തന്നെ ഇവിടെ എടുത്തു പറഞ്ഞു. ഞാൻ പറഞ്ഞ വലക്കത് വാസന ഫീകുല്ലി ഉമ്മത്തി റസൂലൻ, ഓരോ ഉമ്മത്തിനും അല്ലാഹു ദൂതന്മാരെ അയച്ചു എന്നാണ്. അങ്ങനെ ഉമ്മത്തിൽ അയച്ചുകൊണ്ടിരുന്ന ദൂതന്മാരെ അയക്കുക എന്ന അല്ലാഹുവിന്റെ സുന്നത്ത് ലന്തജിതലി സുന്നത്തിലായി തബ്ദീല വലന്തജിതലി സുന്നത്തിലായി തഅദീല, ആ സുന്നത്തിന് മാറ്റം ഒരിക്കലും വരികയില്ല എന്ന ഖുർആൻ വചനമാണ് ഞാൻ അടിവരയിട്ട് പറഞ്ഞത്. ആ മാറ്റം വരുമ്പോൾ മാത്രമാണ് നബി വന്നുകൊണ്ടിരുന്നത് വരാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ. വന്നുകൊണ്ടിരുന്ന പ്രവാചകൻ വന്നുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ലന്തജിതലി സുന്നത്തിലായി തബ്ദീല വലന്തജിതലി സുന്നത്തിലായി തഅദീല എന്ന് നമുക്ക് ഓതാൻ നിവൃത്തിയുള്ളൂ, അല്ലെങ്കിൽ ഓതിയതിനെതിരായിട്ട് പറയലേ നിവൃത്തിയുള്ളൂ എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ്. അടുത്ത കഴിഞ്ഞ പ്രസംഗം തുടങ്ങിയത് ഒരു വിഷയം സൂചിപ്പിച്ചുകൊണ്ടാണ്. നല്ലൊരു വാക്കാണ്. പക്ഷെ അത് അത്തരം പരാമർശങ്ങൾ എന്നിൽ നിന്നായാലും നിങ്ങളിൽ നിന്നായാലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. കാരണം മറ്റു പലരിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ സൂക്ഷ്മത പലപ്പോഴും പാലിക്കാറുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം പറഞ്ഞു യാതൊരു വാക്കും അദ്ദേഹം കൂട്ടിയിട്ടില്ല എന്നത്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ ഒരു അബദ്ധം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടും. അതേപോലെ അദ്ദേഹം തിരുത്തും ചെയ്യും. ഇതെല്ലാം പ്രതീക്ഷയാണ്. ഒന്ന്, വലൗ തഖവ്വല അലൈന ബഅദൽ അഖാവിൽ ലഅഖദ്നാഹു മിൻഹു ബിൽ യമീൻ തുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ. ഈ സൂക്തം മറ്റൊരാൾക്കും ബാധിക്കുന്നതല്ല, മറ്റൊരാളെക്കുറിച്ചും പറഞ്ഞതുമല്ല. പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ച് മാത്രം പറഞ്ഞതാണ് എന്നത് അസന്നിഗ്ധമായി അവിടെ തന്നെയുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മതി, മറ്റുള്ള ഭാഗങ്ങളൊക്കെ കൂടി. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചു, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീലി, നാം പറയാത്ത കാര്യങ്ങൾ നമ്മുടെ മേൽ കെട്ടിച്ചമച്ച് അദ്ദേഹം പറഞ്ഞാൽ ലഅഖദ്നാഹു ബിൽ യമീൻ, വളരെ ശക്തമായി നാം അദ്ദേഹത്തെ പിടികൂടും. സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, കണ്ട നാടി ഞാൻ മുറിച്ചു കളയും, കൊന്നുകളയും ഞാൻ. ഇതാണ് പടച്ചോൻ പറയുന്നത്. പക്ഷേ ഇത് റസൂലിന്റെ മഹത്വം അവിടെ കാണാം. കാരണം ഒരു ദൂതൻ എന്തെങ്കിലും പറഞ്ഞാലുള്ള അവസ്ഥ ചില്ലറയല്ല. ദൈവം പറയാത്ത ഒരു കാര്യം ദൂതന്മാരെ കെട്ടിച്ചമച്ച് പറഞ്ഞാൽ കുടുങ്ങിപ്പോകുന്നത് ആരാണ്? സമൂഹമാണ്, ഒറ്റപ്പെട്ട വ്യക്തികളല്ല. അപ്പൊ അതുകൊണ്ട് മറ്റൊരു വ്യക്തിക്ക് ഒരു പക്ഷേ നിങ്ങളോ ഞാനോ ആയാം, അല്ലെങ്കിൽ മറ്റൊരാളായ വ്യക്തിയേക്കാൾ ഈ വിഷയത്തിൽ വളരെ ജാഗ്രത പുലർത്തേണ്ടുന്നയാളാണ് പ്രവാചകൻ, അല്ലെങ്കിൽ പ്രവാചകന്മാർ ആരാവട്ടെ. മറ്റു വ്യക്തികളിലേക്ക് ബാധിക്കുന്നതല്ല എന്നർത്ഥം. അത് വളരെ കൃത്യമാണ്, വളരെ മനസ്സിലാക്കും. പിന്നെ ഇത്തരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചില സംശയങ്ങളുണ്ടായി. ന്യായമാണ്.
അത്തരം സംശയങ്ങൾ ഉണ്ടാകണം, ആ സംശയങ്ങൾ തീർക്കണം. അതാണല്ലോ നമ്മുടെ കടമ. അതായത് ഞാൻ പറഞ്ഞു, ഇത്താഅത്ത് അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും. ഈ ഉലിൽ അംരി മിൻകും കൂടാതെ തന്നെ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല. മൻ യുതിഇല്ലാഹ ഫഖദ് അതാഅ അല്ലാഹ് മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കണം. നിങ്ങളുടെ കൂട്ടത്തിൽ കൽപ്പിക്കാൻ അർഹതയുള്ളവരെ, കാര്യകർത്താക്കളെ നിങ്ങൾ അനുസരിക്കണം. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ട്. ഞാൻ എൻ്റെ പ്രസംഗത്തിനിടക്ക് പറഞ്ഞു, ഇത്താഅത്ത് എന്ന് പറയുന്ന വാക്ക് ആ ഒരു കാര്യം ജീവിച്ചിരിക്കുന്നവരിലേക്ക് മാത്രമേ ബാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞതാണ്. യാതൊരു മാറ്റവുമില്ലാത്ത പറച്ചിലാണ്. കാരണം അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കൂ എന്നത് ഖുർആനിലുണ്ട്. അത് ഏത് കാലത്തേക്കും ബാധകമാണ്. കാരണം ദൈവം തമ്പുരാന് റബ്ബുൽ ആലമീന് മരണമില്ല. ഹയ്യുൻ ലാ യമൂത്ത് ഹുവൽ ഹയ്യുൽ ഖയ്യൂം. പക്ഷേ അതല്ല, പ്രവാചകന്മാർ അതേപോലെ തന്നെ കാര്യകർത്താക്കൾ ഇവരൊക്കെ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആ പരാമർശത്തെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് സംശയമുണ്ടായതിനേക്കാൾ ഏറെ ഖുർആനിലെ മറ്റു പല ഭാഗങ്ങൾ നാം എന്ത് ചെയ്യും എന്നതായിരുന്നു സംശയം. അതായത് ഖുർആനിലെ ആയാത്തുകൾ, ഒരുപാട് സൂക്തങ്ങൾ ഖുർആനിലുണ്ടല്ലോ, ആ ആയത്തുകൾ ഇത്ര കാലഘട്ടം വരെ പറ്റുള്ളൂ, ഈ കാലഘട്ടത്തിന് അപ്പുറത്തേക്ക് ഈ ആയത്തിന് പ്രസക്തിയില്ല, അതല്ലെങ്കിൽ ഇന്ന ഭാഗങ്ങൾ ഖുർആനിൽ ഇപ്പോൾ അത് പ്രസക്തമല്ല എന്നൊക്കെ ഉണ്ടാകുമല്ലോ എന്നാണ്. ഖുർആനിൻ്റെ 3 ഘട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ ശരിക്ക് കൃത്യമായി മനസ്സിലാക്കുക. ഖുർആനിൻ്റെ ഒരു ഘട്ടം ആൾറെഡി കഴിഞ്ഞുപോയി. ഒരു ഘട്ടം ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ഘട്ടം ഇനിയും എത്തിയിട്ടില്ലാത്ത ഒരു ഭാവിയിലുള്ള ഒരു ഘട്ടമാണ്. ഇത് ഞാൻ വ്യക്തമായി നിങ്ങളുടെ മുന്നിൽ രേഖ സമർപ്പിക്കണം. ഒന്ന്. രണ്ടാമത്, ഖുർആനിലെ പല പരാമർശങ്ങളും റസൂലുള്ളാഹിയോട് ഖുർആൻ പരാമർശിച്ച അതല്ലെങ്കിൽ ഖുർആൻ നിർദ്ദേശിച്ച പല സംഭവങ്ങളും പല കാര്യങ്ങളും നാമുമായി ബന്ധമുള്ളതല്ല. പലതും വെറുതെ അങ്ങോട്ട് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞാൽ പോരാ, തെളിവ് വേണം. യാ നിസാ അന്നബിയി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ ഇനി തഖൈതുന ഫലാ തഖ്ലഅന ബിൽ ഖൗൽ. ഓ പ്രവാചകന്റെ നിസാഉകളെ, നിസാഇനെ കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ ഇവിടെ ഭൂഷണമല്ല. നിലവിലുള്ള പരിഭാഷ അനുസരിച്ച് ഓ പ്രവാചക പത്നിമാരെ, ആ നിലക്ക് തന്നെ പോകട്ടെ. യാ നിസാ അന്നബിയി, ഓ പ്രവാചക പത്നിമാരെ, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ, നിങ്ങൾ മറ്റു പെണ്ണുങ്ങളെ പോലെയല്ല. ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, നിങ്ങൾ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ എന്ത് വേണ്ട, കൊഞ്ചിക്കൊഴയൊന്നും വേണ്ട, അല്ലെങ്കിൽ ശ്രദ്ധിക്കണം, ഗൗരവസമേതം നോക്കണം. അതല്ലെങ്കിൽ മറ്റേ മനസ്സിന്റെ ഉള്ളിൽ വക്രതയുള്ളവൻ, അസുഖമുള്ളവൻ കൊതിച്ചു പോകും, അതല്ലെങ്കിൽ അവൻ പ്രശ്നമുണ്ടാക്കി കളയും എന്നുള്ള ഭാഗമാണ്. ഈ ആയത്ത് റസൂലുള്ള ഇന്ന് ജീവിച്ചിരിക്കാത്ത അവസ്ഥയിൽ, റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ജീവിച്ചിരിക്കാത്ത അവസ്ഥയിൽ ഈ ആയത്ത് ഇവിടെ പ്രസക്തമല്ല, ഇപ്പോൾ പ്രസക്തമല്ല. ഇതേപോലെ യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, ഓ വിശ്വാസികളെ, നിങ്ങൾ പ്രവാചകനേക്കാൾ ഉച്ചത്തിൽ ശബ്ദം ഉയർത്താൻ പാടില്ല. ലാ തജ്അലു ദുആ അർ-റസൂലി കദുആഇ ബഅദികും ബഅദാ, ഓ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നിങ്ങളിൽ ചിലർ ചിലരെ വിളിക്കുന്നത് പോലെ നിങ്ങൾ ഈ ദൂതനെ വിളിക്കരുത്. ഒന്ന്. രണ്ടാമത്, ഈ ദൂതന്റെ ക്ഷണം, ഈ ദൂതന്റെ ദഅവത്ത് നിങ്ങളിൽ പലരെയും ദഅവത്ത് ചെയ്യും പോലെയാകാൻ പാടില്ല. അത് ഗൗരവസമേതം കൂടി കാണണം. ഇതൊന്നും ഈ പ്രവാചകന്റെ അസാന്നിധ്യത്തിൽ ഈ ആയത്തിന് ഇതേ രൂപത്തിൽ ഖുർആൻ ഉദ്ദേശിച്ച രൂപത്തിലുള്ള ആ പ്രസക്തിയില്ല എന്നാ പറഞ്ഞത്. ഇതിനെ ഖുർആനിനെ തള്ളിക്കളയുവാനല്ല പറഞ്ഞത്. 100 കണക്കിന് പരാമർശങ്ങൾ ഈ രൂപത്തിൽ ഖുർആനിൽ നിങ്ങൾക്ക് കാണാം, ചില വ്യക്തികളെ അഭിസംബോധന ചെയ്തുകൊണ്ട്. അതേപോലെ അന്നത്തേക്ക് മാത്രം, ആ സമയത്തേക്കും ആ കാലഘട്ടത്തേക്കും മാത്രം ഞാൻ അത് തന്നെ ഒരു ഉദാഹരണമായി പറയണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കതൊരു 3-4 മണിക്കൂർ നേരത്തെ പ്രസംഗമാക്കിയോ ചർച്ചയാക്കിയോ മാറ്റാം. ഒന്നതാണ്. പിന്നെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മറ്റൊരു ആശങ്ക, പ്രവാചകന്മാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ സുന്നത്ത് തകിടം മറിയില്ലേ എന്ന ന്യായമായ ചോദ്യമാണ്.
ആ അസ്ഥാനത്താണെങ്കിൽ, ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ടെങ്കിൽ ന്യായമായാണ് ആ ചോദ്യം. അല്ലാഹുവിന്റെ സുന്നത്ത് വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല. സൂറത്തുൽ അഹ്സാബിന്റെ അവസാന ഭാഗത്ത് ഒരൊറ്റായത്തിൽ തന്നെ ഈ രണ്ടും ഉപയോഗിച്ചേക്കണം. അല്ലാഹുവിന്റെ നടപടിക്രമത്തിന്, സുന്നത്തിന് ഒരു മാറ്റം നിനക്ക് കാണുക സാധ്യമല്ല, ഒരു തിരുത്തി കുറിക്കൽ നിനക്ക് കാണുക സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ദൈവികമായ സുന്നത്ത് യഥാക്രമം നടന്നുകൊണ്ട് ഇരിക്കും. എന്താണ് ആ സുന്നത്ത്? ഈ വിഷയത്തിലുള്ള ദൈവിക സുന്നത്ത് എന്താണ്? എല്ലാ ഉമ്മത്തിലേക്കും ദൂതനെ അയക്കുക എന്നത് തന്നെ. ഉമ്മത്തിലേക്ക് ദൂതനെ അയക്കുക എന്നത് അള്ളാഹുവിന്റെ സുന്നത്താണ്. ആ സുന്നത്തിന് മാറ്റം ഒരു നിലക്കും വരികയില്ല. അപ്പോൾ അതാണ് സുന്നത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ സുന്നത്ത്, സുന്നത്തുല്ലാഹി ഫിൽ അർദ്, ഭൂമിയിലെ അള്ളാഹുവിന്റെ സുന്നത്ത്. ഇങ്ങനെ ഏത് നിലക്ക് നോക്കിയാലും ഞാൻ കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രകൃതിയോട് ഇണങ്ങാത്ത ഒരു നിയമവും ഖുർആനിലില്ല. പല വിഷയങ്ങളിലും അഹമ്മദി സുഹൃത്തുക്കളെ കുറിച്ച് എനിക്കറിയാം, പല വിഷയങ്ങളിലും അവർ അഡ്വാൻസ്ഡ് ആണ്. അത് പരിഭാഷയുടെ വിഷയത്തിലാണെങ്കിലും പല വിഷയങ്ങളിലും. ഇത് നിങ്ങളെ സുഖിപ്പിക്കാറൊന്നും പറയുന്നതല്ല. നിങ്ങളുടെ നേതാക്കളുമായി എനിക്ക് നേരത്തെ ഉള്ള സംവാദവും ചർച്ചയും ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതും കഴിഞ്ഞ 2 മാസം മുൻപ് ഞാൻ പറഞ്ഞതുമാണ്. അപ്പോൾ ഒരു കാര്യം, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ഒരു നേതാവ് മുമ്പ് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇപ്പൊ ഉദാഹരണം ബക്കയെ കുറിച്ചോ, അതേപോലെ ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്വാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇതിന് നിങ്ങൾ ശരിക്ക് പരിഭാഷ എഴുതി എന്നിട്ട് നിങ്ങൾ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ ആരോപിച്ചു. അത് ആരോപണം ശരിയാണ്. അതിന് മറുപടിയായിട്ട് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്, പരിഭാഷയിൽ അങ്ങനെ ഉണ്ടെങ്കിലും പിന്നീട് ആരോ പേര് ഓർക്കുന്നില്ല, അതിനെ മിർസ സാഹിബിനാണോ പറഞ്ഞത്? താഹിർ അഹമ്മദ്. അദ്ദേഹം ഇത് ഇങ്ങനെ തന്നെ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞു അത്രേ. അൽഹംദുലില്ലാ, സന്തോഷമുള്ള അക്കാര്യത്തിൽ. അപ്പോ ആ നിലയ്ക്ക് ഖുർആനിന്റെ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ ഞാനും നിങ്ങളും ഇവിടെ എന്ത്? ഞാൻ എന്ന് പറയുന്ന വ്യക്തിയോ നിങ്ങളെന്ന് പറയുന്ന വിഷയമേ അല്ലല്ലോ. ഖുർആനിന്റെ ഒരു സത്യമായി പുലരുക എന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കൾക്ക് ആശങ്ക വേണ്ട. ഏത് വിഷയത്തിൽ? അല്ലാഹു ഇങ്ങനെ പ്രവാചകനെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നില്ല എങ്കിൽ അത് അള്ളാഹുവിന്റെ നടപടിക്രമത്തിനെ അഥവാ സുന്നത്തിനെ ബാധിക്കുകയില്ലേ എന്ന ആശങ്ക വേണ്ട. കാരണം എല്ലാ ഉമ്മത്തിലേക്കും ദൂതനെ അയക്കുക എന്നതാണ് അള്ളാഹുവിന്റെ സുന്നത്ത്. അത് കഴിഞ്ഞു. ആ സുന്നത്ത് അവിടെ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി ഉമ്മത്ത് ഏതാണ്? ഈ ഉമ്മത്തിനെ മറ്റൊന്നാക്കി നമുക്ക് മാറ്റാൻ കഴിയുമോ? ഈ ഉമ്മത്തിന്, ഇന്ന് നിലവിലുള്ള ജനതയെ, ആ ഉമ്മത്തിനെ കുറിച്ചുള്ള ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും എന്ന് ഖുർആൻ പറഞ്ഞ ഉമ്മത്ത് ഈ ഉമ്മത്താണോ അതല്ല മറ്റൊരു ഉമ്മത്താണോ? അത് നാം വ്യക്തമാക്കേണ്ടതാണ്. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഈ ഉമ്മത്ത്, ഇവിടുത്തെ ക്രൈസ്തവരും ജൂതരും മുസ്ലിങ്ങളും മതമുള്ളവരും ഇല്ലാത്തവരും ഈശ്വരവാദികളും നിരീശ്വരവാദികളും ഒരു സമൂഹമാണോ എന്നതാണ് എന്റെ ചോദ്യം. ആണ് എന്നാണ് മറുപടി എങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ ഉമ്മത്തിലേക്ക് ഇവിടെ ദൂതൻ വന്നു കഴിഞ്ഞു. ഇനി മറ്റൊരു ദൂതന്റെ ദൗത്യം ആവശ്യമില്ലാത്ത വിധം ഇവിടെ പിന്നെ പ്രശ്നം പറ്റിയത് ദൈവികമായ ഗ്രന്ഥം തെറ്റുപറ്റാത്ത ലാ യഅതീഹിൽ ബാത്തിൽ മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലു റബ്ബിൽ ആലമീൻ. അതിന്റെ മുന്നിലൂടെ ബാത്തിൽ പ്രവേശിക്കുകയില്ല, അതിന്റെ പിന്നിലൂടെ വരികയില്ല, അത് ബാത്തിലിനെ തീരെ സ്വീകരിക്കുകയില്ല. തൻസീലു റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ അള്ളാഹുവിന്റെ വിരുന്നുകാരനാണ് ഖുർആൻ. ആ ഖുർആൻ ഇവിടെ എല്ലാ അർത്ഥത്തിലും മനുഷ്യരുടെ ദുഷ്കരങ്ങൾ കൈയാളാതിരുന്നാൽ, പുരോഹിതന്മാരുടെ കൈ കടത്താതിരുന്നാൽ ആ ഗ്രന്ഥം ഭൂമിയിൽ വെക്കാൻ മാത്രമുള്ള പരിശുദ്ധി ഭൂമിക്കില്ല. അത്രത്തോളം പരിശുദ്ധമാണ് ആ ഗ്രന്ഥം. ആ ഗ്രന്ഥം ഇവിടെ ശരിയായ രൂപത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ ആ ഖുർആനിനോടൊപ്പം വന്ന ദൂതൻ, ആ ദൂതൻ ഇവിടെ എമ്പാടും മതിയാതെ. ഇനി എന്റെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ച ഒരു സൂക്തം സൂറത്തുൽ അഹ്സാബിലെ 7ാമത്തെ സൂക്തമാണ്. എന്താണത്? വഇദ് അഖദ്നാ മിനൻ നബിയ്യീന വമീസാഖഹും വമിൻക. നാം ഉടമ്പടി സ്വീകരിച്ചു
ആരിൽ നിന്ന്? നബിമാരിൽ നിന്ന് ഉടമ്പടി സ്വീകരിച്ചു. വമിങ്ക നിന്നിൽ നിന്നും, വമിൻ നൂഹിൻ വ ഇബ്രാഹിമ നോഹയിൽ നിന്നും ഇബ്രാഹിമിൽ നിന്നും, വ മൂസ വ ഈസ ബിൻ മറിയം മറിയം പുത്രൻ ഈസയിൽ നിന്നും മൂസയിൽ നിന്നും വ അഖദ്നാഹും മീസാഖൻ ഗലീദ വളരെ സുശക്തമായ ഒരു കരാർ നാം അവരിൽ നിന്ന് സ്വീകരിച്ചു. എന്താണ് ഈ കരാർ? എന്താണ് ഈ കരാർ? നബിയിൽ മറ്റതൊക്കെ വിടാം, റസൂലുള്ളാഹിയിൽ നിന്ന് സ്വീകരിച്ച കരാർ എന്താണ്? നമ്മുടെ റസൂലുള്ള മുഹമ്മദുർ റസൂൽ എന്ന ദൂതനിൽ നിന്ന് സ്വീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. മീങ്ക എന്താണ് ഈ കരാർ? തനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരും, ആ പ്രവാചകനെ സ്വീകരിക്കണം എന്ന കരാറാണോ? ഏതാണ് ആ കരാർ? ഏതാണ് ആ കരാറ്? മറ്റൊരു സ്ഥലത്ത് ഖുർആൻ ഇതേപോലെ തന്നെ പറഞ്ഞ് ആ കരാർ എന്താണ്? ലാ തുബയ്യിനന്നഹു വലാ തക്തുമൂനഹു. ഇത് പ്രവാചകന്മാരിൽ നിന്ന് മാത്രമല്ല, മറിച്ച് ജൂത സമുദായങ്ങളിൽ നിന്നും ക്രൈസ്തവ സമുദായങ്ങളിൽ നിന്നും അവരുടെ പുരോഹിതന്മാരിൽ നിന്ന് അല്ലാഹു വാങ്ങിയിരിക്കുന്നു. എന്താണ് കരാറ്? ലാ തുബയ്യിനന്നഹു. ദൈവികമായ ഈ ആദർശങ്ങൾ നിങ്ങൾ വ്യക്തമാക്കി അവതരിപ്പിക്കണം. വലാ തക്തുമൂനഹു, മറച്ചു വെക്കാൻ പാടില്ല. ഇത് ശക്തമായൊരു മീസാഖാണ്. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ഇടഞ്ഞിടക്ക് ഇങ്ങനെ പോക്കും വരുവാല് നമ്മൾ പറയുന്നത് ഒരു പിടുത്തം കിട്ടൂല. അപ്പൊ അള്ളാഹുവിന്റെ സുന്നത്തിന് ഒരു തർക്കം അതിന് വേണ്ട. അള്ളാഹുവിന്റെ സുന്നത്തിന് ഭംഗം വരാൻ പാടില്ല. നമ്മുടെ സുന്നത്ത് പോലെ ഒന്നുമല്ല. നമ്മുടെ സുന്നത്ത്, പടച്ചവന്റെ സുന്നത്ത്, സുന്നത്തുല്ലാഹി ഫിൽ അർദ്, ഭൂമിയിലെ പ്രപഞ്ചത്തിലെ അള്ളാഹുവിന്റെ സുന്നത്ത്, അതൊരു ചില്ലറ സംഭവം എന്നല്ല സുഹൃത്തുക്കളെ. ആ സുന്നത്തിന് ഭംഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവമില്ല, പിന്നെ ദൈവത്തിന്റെ ശിഷ്ടമില്ല. അപ്പൊ അതുകൊണ്ട് വലൻ തജിദ, ആ വാക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാഷ പഠിച്ചവർക്കറിയാം, ലാ തജിദു എന്നല്ല പറഞ്ഞത്, ലൻ തജിദ. ഒരു കാരണവശാലും നിനക്ക് കാണുക സാധ്യമല്ല, നിനക്ക് കണ്ടെത്തുക സാധ്യമല്ല. ലി സുന്നത്തില്ല, ദൈവിക നടപടിക്രമത്തിന് ഒരു മാറ്റം, തഹ്ബീലൻ, ഒരു എന്താ പറയാ, ഒരു തിരിച്ചില്. അപ്പൊ അത് നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു തുടർച്ചയാണ്. എന്താണ് ആ സംഭവം? എന്താണ് ആ സുന്നത്ത്? ഈ വിഷയത്തിലുള്ള സുന്നത്ത് എന്താണ്? ആ സുന്നത്ത്, ഒരുപാട് സുന്നത്തുകളുണ്ട്. ദൈവത്തിന്റെ നിയമത്തിൽ മറ്റൊരാൾക്കും പങ്ക് അനുവദിച്ചു കൊടുക്കുക എന്നത് വലിയ ശിർക്കാണ്, വലിയ തെറ്റാണ്. വലാ യുശ്രിക് ഫീ ഇബാദത്തി റബ്ബിഹി അഹദൻ, അല്ലാഹുവിനെ കീഴൊതുങ്ങുന്നതിൽ മറ്റൊരാളെ അംഗീകരിച്ചുകൂടാ. വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദൻ, അല്ലാഹു അവന്റെ ഹുക്മിൽ ഒരാളെ പങ്കു ചേർക്കുകയില്ല. ഇത് അല്ലാഹുവിന്റെ സുന്നത്താണ്. അല്ലാഹു അവന്റെ ഹുക്മിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹി, ഖുർആനിൽ പല സ്ഥലങ്ങളിലും കാണാം. അപ്പൊ ഇത് അല്ലാഹുവിന്റെ സുന്നത്താണ്. ഇതേപോലെ മനുഷ്യർ വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂലാ, ഒരു ദൂതനെ പറഞ്ഞേക്കാതെ അല്ലാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് സംസാരിക്കുന്ന, അവന്റെ നിയമങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന, അവന്റെ കാര്യങ്ങളെ വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു ദൂതനെ പറഞ്ഞേക്കാതെ ദൈവം തമ്പുരാൻ അടിമകളെ ശിക്ഷിക്കുകയില്ല. അങ്ങനെ ശിക്ഷിക്കുക എന്നത് അനീതിയുടെ പര്യായമാണ്, അനീതിയാണ്. പക്ഷേ അല്ലാഹു ആരാണ്? നീതിമാനാണ്. അതുകൊണ്ട് അവന്റെ അടിമകളിലേക്ക് അവൻ നേരത്തെ പറഞ്ഞയച്ചതുപോലെ ഒരു ഉമ്മത്തിലേക്ക് ദൂതനെ പറഞ്ഞു വിടാതെ, ആ ഉമ്മത്തിന് ഈ ദൗത്യം എത്തിക്കാതെ അവരെ പിടിച്ച് ശിക്ഷിക്കുക എന്നത് നമ്മുടെ പരിപാടിയല്ല. ഇങ്ങനെ ഈ നിലക്ക് ദൈവം തമ്പുരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ സുന്നത്ത്, അവന്റെ ഒരു ഉമ്മത്തിലേക്ക് ദൂതനെ പറഞ്ഞേക്കുക എന്ന സുന്നത്ത് അത് നിർബാധം തുടരുന്നു എന്നതാണ്. ഇതേ കൂടി നേരത്തെ പറഞ്ഞ ഇത്താഴത്ത് കൂട്ടി വായിക്കണമെന്ന് കൂടി മനസ്സിലാക്കണം. തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടാകില്ലെന്ന് എനിക്കറിയാം. കാരണം ഒരുപാട് വേദികൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കാരണം ഇതേപോലെ സൈലന്റായ വേദി നമുക്ക് കിട്ടാറില്ല. എന്താ കാരണം? വെറുതെ ബഹളം, വെറുതെ കൂക്കും ബഹളവും ഉണ്ടാവും. ഇതല്ല, എന്താണ് പറയുന്നത് എന്ന് കേട്ടിരിക്കും. സ്വീകരിക്കാം, തിരസ്കരിക്കാം, അത് സ്വാതന്ത്ര്യമാണ്. പക്ഷെ കേട്ടിരിക്കാനുള്ള ഒരു മാനസിക സ്ഥിതി നമുക്കുണ്ടല്ലോ, അൽഹംദുലില്ലാ. അപ്പോ റബ്ബിന്റെ ഖുർആനിൽ ഇപ്പൊ പ്രായോഗികമല്ലാത്തത് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വേറൊരു സദസ്സിലാവുമ്പോ എന്താ മനസ്സിലാവൂല, പറയുന്നത് മനസ്സിലാക്കിയാലും ഉൾക്കൊള്ളൂല. അപ്പോൾ ഞാൻ പറയുന്നു, മുഹമ്മദ് നബിയോട് കൽപ്പിച്ചത്, അദ്ദേഹത്തിന്റെ അനുയായികളിൽ ചിലരോ കൽപ്പിച്ചത്, അതെ, മക്കക്കാരെ ചില ആളുകളെ അഭിസംബോധന ചെയ്തത്
ഇങ്ങനെ ഇപ്പൊ ഉദാഹരണത്തിന് യൂസുഫ് സൂറത്ത്, ഒരു ഉദാഹരണം, അത് മാത്രമല്ല ഏത് സൂറത്ത് നിങ്ങൾ എടുത്തു നോക്കൂ, അതിലൊക്കെയും നാമുമായി കൃത്യമായി വ്യക്തമായ ബന്ധമില്ലാത്ത പല കാര്യങ്ങളുണ്ടാകും. യൂസുഫ് നബിയുടെ സഹോദരന്മാരുടെ പ്രശ്നം, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ അദ്ദേഹം കസേരയിൽ കയറ്റിയിരുത്തിയ ചരിത്രം, ഇങ്ങനെ പലതും. പക്ഷെ അവിടെയൊക്കെ ഒരു മൂല്യമുണ്ട്. ആ മൂല്യം പലപ്പോഴും തകർക്കപ്പെടുകയുണ്ടായി നമ്മുടെ ഈ ഉമ്മത്തിൽ. അങ്ങനെ യൂസുഫ് പ്രവാചകനെ ഒരു കാമുകനായി ചിത്രീകരിക്കപ്പെട്ടു. ആ കാമുകിയുടെ കൂടെ ഓടിപ്പോയവനായി ചിത്രീകരിക്കപ്പെട്ടു. വാതിലിക്കൽ വെച്ച് പിടിക്കപ്പെട്ടവനായി ചിത്രീകരിക്കപ്പെട്ടു. നിങ്ങൾ ചെയ്തെന്നല്ല പറയുന്നത് കേട്ടോ. നമ്മുടെ ഈ ഉമ്മയുടെ ദുരന്ത ഫലത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഖുർആൻ വ്യാഖ്യാനിക്കാൻ ഞാൻ കൃത്യമായി പറയുന്നു, അള്ളാഹു ആരെയും ഏൽപ്പിച്ചിട്ടില്ല.